മിസ്റ്റർ ഗുപ്ത എന്തായിരിക്കും ആ പെണ്ണ് എന്നെ നോക്കിട്ട് അവിടെ പോയിരിക്കുന്നത്? ആ മകൾ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുന്നത് മകളുടെ ഫോട്ടോ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, വിചിത്രം. വിചിത്രമോ? പിന്നെ ആത്മാവായ മകളെ അവൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വിചിത്രമല്ലാതെ മറ്റെന്താണ്? ശരിയാണല്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അവള് കണ്ടു കാണുമല്ലേ? സംശയമേ വേണ്ട മകളെ, ആ മകളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാ ഗുപ്ത? മകളുടെ അടുത്തേക്ക് ചെന്ന് ആ മകളെ കണ്ടത് മറ്റാരോടും പറയരുതെന്ന് പറയണം. ഇതിനു മുൻപ് ഞാൻ മനുഷ്യനാണെന്ന് വിചാരിച്ച് സംസാരിച്ചു. ഇപ്പൊ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പേടിക്കില്ലേ മിസ്റ്റർ ഗുപ്ത? ഇപ്പോഴേ ആ മകൾ പേടിച്ചിരിക്കുന്നു. നേരിട്ട് ആ മകളുടെ അടുത്തേക്ക് ചെന്ന് വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ മകളുടെ കാര്യങ്ങൾ അവൾ മറ്റാരോടും തന്നെ പറയാതിരിക്കും. ശരി മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത, ഇത് ഓക്കെ ആണല്ലോ അല്ലേ? ആ, നിങ്ങളെന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് ഏറ്റതുപോലെ നിൽക്കുന്നത്? എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും ചോദിച്ചാ ഇങ്ങനെ ഒരു നിൽപ്പ്. ലീല, ചടങ്ങ് ഇവിടെ നടന്നോണ്ടിരിക്കുമ്പോ അവളെന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അറിയാൻ വേണ്ടി പറയുവാണോ അതോ അറിഞ്ഞിട്ട് വന്ന് പറയാൻ പറയാണോ? ശരി, കൂടുതലൊന്നും പറയണ്ട, അറിയുന്നത് പറഞ്ഞാ മതി. എല്ലാവരും അവളെ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കും ദൂരെ മാറിയിരിക്കുന്നത്. ഇങ്ങനെ ദൂരെ മാറിയിരുന്ന എല്ലാവരും ശ്രദ്ധിക്കുമെന്നാണോ? ആ, ഇപ്പം മാഡം എന്നോട് ചോദിച്ചില്ലേ, എന്നോട് മാഡം അതിനെക്കുറിച്ച് ഡിസ്കസും ചെയ്തില്ലേ, അതായിരിക്കും അവൾ പ്രതീക്ഷിക്കുന്നത്. മാഡം അല്ലേ അറിയാവുന്നത് പറയാൻ പറഞ്ഞത്. നിങ്ങളും ഈ ഫാമിലിയിലുള്ള ആളല്ലല്ലോ. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കെ, ഞാൻ നോക്കിക്കോളാം. ഇവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ പെണ്ണ് കാരണം എനിക്ക് ഉറപ്പായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവും. ഇവിടെ ആരൂന് ബൈ പറഞ്ഞിട്ട് അവളോട് ഗുഡ് ബൈ പറയണം. ഈ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉടൻ ചെയ്യണം. ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അമ്മേ, അമ്മേ, അമ്മേ. മടിക്കേണ്ട മകളെ,
ഞാനാ ഞാൻ തന്നെ. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? എവിടെന്ന് വെച്ചാ? ഓ, മേലേക്ക് പോയില്ലേന്ന് ചോദിക്കായിരിക്കും. അതെ, ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ പോവും. അതെന്താ? ഇതിനു വേണ്ടിട്ടല്ലേ നിങ്ങൾ വന്നത്? പിന്നെന്തിനാ കഴിഞ്ഞുടനെ പോകുന്നേ? എന്ന് വെച്ചാ റൂൾസ് പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന്. ഓ, ഓക്കെ ഓക്കെ. ഓൾമോസ്റ്റ് കഴിയാറായി. നിങ്ങൾ വേണമെങ്കിൽ അടുത്ത് ചെന്ന് നിൽക്ക്. പോകാം, പക്ഷേ അതിനു മുൻപ് നിന്നോട് സംസാരിക്കാൻ വേണ്ടി. എന്നോടോ? ആ അതെ, ഇതില് എന്റെ തെറ്റൊന്നുമില്ല. ആക്ച്വലി ഇതെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കും അറിയില്ല. എന്ത് നടക്കുന്നു? അത് എന്നെ നിനക്ക് കാണാൻ പറ്റുന്നത് അതെന്താന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നിന്നെ കണ്ടത് മുതലേ. പ്ലീസ് ചേച്ചി, നമുക്ക് പിന്നീട് സംസാരിച്ചാ പോരെ? എനിക്കാണെങ്കിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് വലിയ ടെൻഷനായിട്ടിരിക്കുക. ഇതെന്താ ഞാൻ പറയുന്നതും അവള് പറയുന്നതും തമ്മില് ഒരു ബന്ധവും ഇല്ലല്ലോ. ഇതെന്താ മിസ്റ്റർ ഗുപ്ത? ഞാനൊന്ന് പറയുന്നു, അവള് വേറെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവള് ചിലപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലായിരിക്കും. നമുക്കും അത് തന്നെയാണ് തോന്നുന്നത് മകളെ. മകളായിട്ട് അത് കാണിച്ചു കൊടുക്കരുത്. ശരി ശരി. എന്താ ചേച്ചി? ചേച്ചി വീണ്ടും മുത്തശ്ശനോട് സംസാരിക്കുകയാണോ? അതെ അതെ, എന്റെ മുത്തച്ഛന് ജോലിയും കൂലിയും ഒന്നുമില്ലായിരുന്നു. എപ്പോഴും എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിച്ചോണ്ടേ നിൽക്കുമായിരുന്നു. മകളെ, ഇപ്പൊ പിന്നെ ആത്മാവായി പോയില്ലേ. മനുഷ്യരാണെങ്കിൽ കഷ്ടപ്പാടൊക്കെ അറിയായിരുന്നു, ആത്മാവിനൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതാ പ്രശ്നം. അയ്യോ, നീ എന്തോ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ വന്ന് സംസാരിക്കുക. നീ നിന്റെ ജോലി നോക്കിക്കോ. ആത്മാവെന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണോ മകളെ? അതെന്തെന്ന് വെച്ചാ ആ പെണ്ണിന് സംശയമൊന്നും ഇല്ലല്ലോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാ ആത്മാവെന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഒരു മിനിറ്റ്. അയ്യോ, ഇയാളെന്തിനാ ഇപ്പൊ പോയത്? എന്താ വിളിച്ചേ? നിങ്ങളിതിനു മുൻപ് എന്തോ കാണുന്നതിനെ പറ്റി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? അത് പിന്നെ അതൊന്നുമില്ലെന്നേ. അല്ല, നീ ഞാനും പലപ്പോഴും കാണാറുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനും നീയും തമ്മിൽ എന്തോ ഒരു ബോണ്ടിങ് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു പറയായിരുന്നു. അതാ ഞാൻ പറയാൻ വന്നേ. അത് ശരിയാ, നിങ്ങളെ കാണുമ്പോ എനിക്കെന്തോ വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണുന്നത് പോലെയാ. നീ അവരുടെ ഫോട്ടോ കണ്ടില്ലേ? ഇല്ല ചേച്ചി, ഞാൻ കാണുമെന്ന് വിചാരിച്ചതാ. പക്ഷെ അപ്പോഴാ ചെറിയമ്മയാണല്ലോ വിളിക്കുന്നേ. പറ ചെറിയമ്മേ. മോളെ പാർവതി, നിനക്ക് സുഖാണോ മോളെ? സുഖാണ് ചെറിയമ്മേ. ആ, എങ്ങനെ സുഖിക്കാതിരിക്കും? നിന്റെ വയ്യാത്ത അച്ഛനെ ബുദ്ധിപരമായിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട്
എല്ലാം എന്റെ തലയിൽ വെച്ചിട്ട് പോയതല്ലേ, നിനക്ക് സുഖമായിരിക്കും. എന്താ ചെറിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നേ? ഹും, ഇങ്ങനൊരു അവസ്ഥയിൽ എന്റെ അച്ഛന്റെ കൂടെ നിന്ന് നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? അയ്യോ, അതിനെന്തിനാ മോളെ ഇത്രയും വിഷമിക്കുന്നേ? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാ ഉള്ള ജീവനും കൂടി അങ്ങ് പോയി കിട്ടും. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് അങ്ങ് വിഷമിക്കാം. ചെറിയമ്മേ, സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കേ. ഉം, ഉം, എന്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല, സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും. അയ്യോ, നിന്റെ പ്രവൃത്തി കണ്ടിട്ടേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഉണ്ടായിരുന്ന വിശ്വാസം എല്ലാം പോയി കിട്ടി. ഒരു കാര്യം നീ ഓർമ്മിച്ചോ, ദിവസം കഴിയും തോറും നിന്റെ അച്ഛന്റെ ചുമ കൂടി കൂടി വരിക. ഏത് നിമിഷവും ആള് തീർന്നു പോയെന്നുള്ള വാർത്ത കേൾക്കാൻ കാത്തിരുന്നോ. നിന്റെ അച്ഛനെ ഞാൻ ശരിക്കും നോക്കിയില്ലെന്ന് മാത്രം പറയരുത് കേട്ടോ. ഹലോ ചെറിയമ്മേ, അച്ഛൻ ഈ മോള് രക്ഷിക്കും. ഇന്ന് എന്താണെങ്കിലും ശരി, ആ സിഗ്നേച്ചർ ഞാൻ വാങ്ങും. അങ്ങനെ ചെറിയമ്മയുടെ ഫോൺ വന്നതുകൊണ്ട് ഞാൻ നോക്കിയില്ല ചേച്ചി. എന്റെ അച്ഛനല്ലാതെ എനിക്ക് എന്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച ഞാനൊരു അനാഥയായി പോവും. അതിന്റെ കൂടെ ഇവിടെ വന്ന് ഈ ചടങ്ങ് ഇങ്ങനെ കാണുമ്പോ സങ്കടം തോന്നുക. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന്. അയ്യോ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഞാൻ വന്ന് ഡിസ്റ്റർബ് ചെയ്തു. സോറി. മിസ്റ്റർ ഗുപ്ത, അറിഞ്ഞോ ആ പെണ്ണ് എന്റെ ഫോട്ടോ കണ്ടില്ല എന്ന്? ഇന്നൊരു പക്ഷേ ആ മകൾ ആ ഫോട്ടോ കണ്ടില്ലായിരിക്കാം. നാളെ വീടിനുള്ളിൽ വെച്ചത് കണ്ടുകൂടുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ ഗുപ്ത? ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ മകൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമല്ലോ. ഒരു പക്ഷേ ആ മകൾ കണ്ടാലും അത് ഭ്രമമാണെന്ന് ധരിച്ചോടും. അത് അതിനുശേഷം ഞാനിവിടെ ഉണ്ടാവില്ലല്ലേ? അതേ മകളെ, മകളുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നമ്മൾ യമലോകത്തിലേക്ക് യാത്ര തിരിക്കും മകളെ. മകൾ കുടുംബത്തെ കാണുന്ന അവസാന ദിവസം. ഈ ദിവസത്തോടെ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. അവരും മകളും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി മുറിയും. ചെല്ലു മകളെ, നിന്റെ അവസാന നിമിഷങ്ങൾ അവരുമായി പങ്കുവെക്കും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷം സന്തോഷമില്ലാതെയാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ എൻ്റെ എല്ലാ സന്തോഷവും നീയാണ്. നിന്നെ വിട്ട് ഞാൻ പിരിയില്ല. അവസാനം വരെയും ഏട്ടന്റെ കൂടെ തന്നെ കാണും.
ദൈവമേ, ഇത്രയും വലിയൊരു വേദന എന്റെ കുടുംബത്തിന് കൊടുത്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ കുഞ്ഞുങ്ങള് അനാഥരായി നിൽക്കുന്ന? ഈ പ്രായത്തില് സന്തോഷമായിട്ട് കഴിയേണ്ട അമ്മായി അമ്മാവനും ഞാൻ കാരണം വേദന അനുഭവിക്കുക. എന്ത് പാപം ചെയ്തിട്ടാ ഏട്ടന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയത്? ആരോ എന്തിനാ എന്റെ ഭർത്താവിന് ഇങ്ങനൊരു വിഷമം കൊടുത്തത്? എന്തിനാ? ഇതിലാരും തെറ്റുകാരല്ല മകളെ. ഒരാളുടെ അസൂയയാണ് പ്രേമം കൈവശമാക്കാനുള്ള ക്രൂരമായ ലക്ഷ്യം. ആ പെണ്ണിന്റെ സ്വാർത്ഥത മകളുടെ ആനന്ദത്തെയും സന്തോഷത്തെയും ഇല്ലാതാക്കാനുള്ള വ്യഗ്രതയാണ്. അവളുടെ സ്വാർത്ഥത മൂലം ഈ കുടുംബം മുഴുവൻ വേദനിക്കുന്നു. നിന്റെ ലൈഫ് എനിക്ക് തന്നിട്ട് പോയതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടാരോ. നീ ഏത് ലോകത്തായിരുന്നാലും അവിടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹേന്ദ്രനെ പറ്റി നിനക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. മഹേന്ദ്രൻ എന്റെ കൂടെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കും. സാറേ, ഈ പിണ്ടം കൊണ്ടുപോയി ആറ്റിലൊഴുക്കണം. വരൂ മകളെ. I miss you, അമ്മ. And I hate you. ഞങ്ങളെല്ലാം വിട്ട് അമ്മ പോയില്ലേ? മോളെ അരുന്ധതി, മകളില്ലാത്ത കുറവ് നീയാ നികത്തിയത്. ഇപ്പൊ ഞങ്ങളെ വിട്ടിട്ട് പോയി. നിന്റെ കുറവ് ആർക്കും നികത്താൻ കഴിയുന്നില്ലല്ലോ മോളെ.